ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസിക് കൺസെപ്റ്റുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതൊരു പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്. ഇത് 1972 ഡെന്നീസ് റിച്ചി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ബെൽ ലാബറട്ടറിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ലാംഗ്വേജാണ് സി പ്രോഗ്രാമിംഗ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് ലേൺ ചെയ്യാൻ ഈസിയാണ്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതുപോലെ ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും നമുക്ക് കമ്പൈൽ ചെയ്യാം. എന്താണ് കമ്പൈലർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആസ് വി നോ, ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് മെഷീൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മെഷീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആണ്. അത് കോമ്പിനേഷൻ ഓഫ് സീറോസ് ആൻഡ് വൺസ് മാത്രമേ മെഷീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സീറോസും വൺസും എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു ഡിവൈസിന് ആകെ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുക ഓൺ ഓഫ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഓൺ എന്ന് പറയുന്ന സ്റ്റേറ്റ് 1ഉം ഓഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ് 0യുമാണ്. അപ്പോൾ അങ്ങനെ മെഷീൻ ലാംഗ്വേജ് മാത്രം അണ്ടർസ്റ്റാൻഡബിൾ ആയ സിസ്റ്റത്തിലേക്ക് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഈ 0-1 കോമ്പിനേഷൻ വെച്ചിട്ടുള്ള ലാംഗ്വേജ് ഓർമ്മയിൽ നിർത്തണമായിരുന്നു. അത് വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ആലോചിച്ചാണ് അതിന് ശേഷം മിഡിൽ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും വന്നു. അതിൽ സി എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജാണ്. ഇതൊരു സ്ട്രക്ചേർഡ് ലാംഗ്വേജാണ്. അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് ഈ സി വെച്ച് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും സി ലാംഗ്വേജ് താഴേക്ക് പോകാതെ പ്രോഗ്രാമിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും സി ലാംഗ്വേജ് പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഏതൊരു ലാംഗ്വേജിനാണെങ്കിലും അതിന് ഒരു സെറ്റ് ഓഫ് ആൽഫബറ്റ്സ് കാണും. അത് മലയാളത്തിലാണെങ്കിൽ അക്ഷരമാല അ ഐ ഇ പോലെയുള്ള അക്ഷരങ്ങൾ, ഇംഗ്ലീഷിലാണെങ്കിൽ ABCD. അതുപോലെ ഏത് ലാംഗ്വേജിനാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് കാണും. അതാണ് നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്, ക്യാരക്ടർ സെറ്റ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് 2 ആണ് കവർ ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ക്യാരക്ടേഴ്സിനെ നമുക്ക് സി പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളത് ഒരു തവണ ഡിസ്കസ് ചെയ്തിരുന്നു, ഒന്നുകൂടി പറയാം. ആൽഫബറ്റ്സ്, അതായത് ക്യാപിറ്റൽ ABCD അപ് ടു Z, then small letter ABCD up to Z, then digits 0 1 2 3 up to 9. ഓക്കെ, അത് കൂടാതെ കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൂടി സി അലോ ചെയ്യും. ആ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഏതാണെന്ന് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഡോട്ട്, സ്റ്റാർ, ഹൈഫൻ, ഡോളർ, പാരന്തസിസ്, സ്ക്വയർ ബ്രാക്കറ്റ്, അങ്ങനെ കുറച്ചേറെ സിമ്പിൾസ്. അതിൽ കുറേയെങ്കിലുമൊക്കെ മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അതിനോടൊപ്പം ഉള്ളതാണ് ചില വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സും സി അലോ ചെയ്യുന്നുണ്ട്. അതായത് ബ്ലാങ്ക് സ്പേസ്, ഹൊറിസോണ്ടൽ ടാബ്, ക്യാരിയേജ് റിട്ടേൺ, അങ്ങനെ ചില ക്യാരക്ടേഴ്സ്. അതെന്താണെന്നുള്ളത് നമ്മൾ പ്രോഗ്രാം ലാബ് ചെയ്യുന്ന ടൈമിൽ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് സിയുടെ കീവേഡ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണത്. ലിസൺ കെയർഫുള്ളി. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അതൊരു പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് വേർഡ്സ് ആണ്. അതിനൊരു സ്പെസിഫിക് മീനിങ് ഉണ്ട്. ഓക്കെ, കീവേഡ്സ് ആർ പ്രീ ഡിഫൈൻഡ് വേർഡ്സ് വിച്ച് ഹാവ് എ സ്പെസിഫിക് മീനിങ്. ഓക്കെ, അതായത് ഏത് ലാംഗ്വേജ് എടുത്താലും അതിൽ ചില വാക്കുകൾ ഉണ്ട്, അക്ഷരങ്ങളല്ല, അക്ഷരങ്ങളുടെ കോമ്പിനേഷനാണ് വേർഡ്സ് അല്ലേ. ആ ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ, ഇപ്പോൾ XYZ എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു പ്രീ ഡിഫൈൻഡ് മീനിങ് ഉണ്ടോ? ഇല്ല. പക്ഷേ ഞാൻ പറയുവാണ്, HOME, ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ വീടല്ലേ, നമ്മുടെ കുടുംബം. അതാണ് ഹോം എന്ന് പറയുന്ന പർട്ടിക്കുലർ വേർഡ് കൊണ്ട് ഇംഗ്ലീഷിൽ മീൻ ചെയ്യുന്നത് അല്ലേ. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആയ സിക്കകത്തും ചില വേർഡ്സ് ഉണ്ട്. അതിന് പ്രീ ഡിഫൈൻഡ് മീനിങ് ഉണ്ട്, ഫങ്ഷൻ ഉണ്ട്. ആ വേർഡ് കണ്ടാൽ കമ്പൈലറിന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ആ വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നതെന്നുള്ളത് സിസ്റ്റത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത്തരം വേർഡ്സാണ് കീവേഡ്സ്. ഓക്കെ, അതിൻ്റെ ഒരു ഏറ്റവും
സിമ്പിളായ എക്സാമ്പിൾ എടുത്താൽ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഒരു കീവേഡ്, പ്രിൻ്റ് എഫ് സിക്കകത്ത് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ അതില്ല. അപ്പം പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സിസ്റ്റം ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന കമാൻഡും അതിനോടൊപ്പം എന്ത് ഡിസ്പ്ലേ ചെയ്യണോ ആ മെസ്സേജും കൂടെ കൊടുക്കുക. അപ്പോൾ കമ്പൈലറിന് അത് മനസ്സിലായി, അത് ഔട്ട്പുട്ട് സ്ക്രീനിൽ, അതായത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ എന്ത് വരും? നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പ്രോഗ്രാം റൺ ചെയ്യുക, അപ്പോൾ ഔട്ട്പുട്ട് സ്ക്രീന്, ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ ഇതുവരെ സി ചെയ്തിട്ടേ ഇല്ല അല്ലെ ആ സ്ക്രീൻ കണ്ടിട്ടേ ഇല്ലാത്തവർ ഒരിക്കലും അത് ടെൻഷൻ ആവേണ്ട. ഒരു തവണ സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചില കീവേഡ്സൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിൽ കുറച്ചെണ്ണമൊക്കെ നിങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. ചിലത് ഞാൻ പറയാം. ഇപ്പോൾ ഇൻറ്റ്, ഫ്ലോട്ട്, ലോങ്, ഇഫ്, വൈല്, സ്റ്റാറ്റിക്, ഇങ്ങനെ പല കീവേഡ്സ്. ഇതിനെല്ലാം മീനിങ് ഉണ്ട്, പ്രീ ഡിഫൈൻഡ് മീനിങ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ ഓരോ ടോപ്പിക് വൈസ് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നെയിം ഗിവിങ് ടു ആൻ എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന നെയിമാണ് ഐഡൻറ്റിഫയർ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഒരു സോപ്പ്, അതിൻ്റെ പ്രൈസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഹ്യൂമൻ ആണെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കുന്നത് നമ്മുടെ മെമ്മറി അല്ലേ? അതുപോലെ സിസ്റ്റത്തിനും മെമ്മറി ഉണ്ട്. അപ്പോൾ ആ മെമ്മറിയിൽ നമ്മൾ പറയുവാണ് നമ്മുടെ ഫോൺ നമ്പർ എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മൈൻഡിൽ നിന്ന് ഇങ്ങനെ ഓർത്തിട്ട് പറയും നമ്മുടെ ഫോൺ നമ്പർ. വീട്ടുപേര് പറയും. അതുപോലെ കമ്പ്യൂട്ടറിനും മെമ്മറിയിൽ ഓരോ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ഏത് ഡേറ്റ എവിടെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ സിസ്റ്റത്തിന് എവിടെ സ്റ്റോർ ചെയ്യണം എന്ന് അറിയില്ല. അപ്പം മെമ്മറി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുവാണ്. നമ്മളൊരു പർട്ടിക്കുലർ പോർഷൻ എടുക്കും. ആ പോർഷനെ എന്നിട്ട് ആ പർട്ടിക്കുലർ പോർഷന് നമ്മളൊരു നെയിം കൊടുക്കും. ഇപ്പോൾ മൊബൈൽ നമ്പർ, അതിനുവേണ്ടി MOB എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്ത് വെച്ചു. അതുപോലെ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷന് നമ്മൾ അഡ്രസ്സ് എന്ന് നെയിം കൊടുത്തു. അവിടെ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യും? അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. അങ്ങനെയുള്ള ഓരോ നെയിംഡ് മെമ്മറി ലൊക്കേഷനെയും നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ ഫങ്ഷൻ, സ്ട്രക്ചർ, അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് പഠിക്കാം. അപ്പോൾ അങ്ങനെ വേരിയബിൾസ്, ഫങ്ഷൻസ്, സ്ട്രക്ചർ, ഇതിനൊക്കെ സെപ്പറേറ്റ് നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പം നെയിമിങ് അല്ലെങ്കിൽ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം. ഒരു വേരിയബിളിന് കൊടുത്ത സെയിം നെയിം ആ പ്രോഗ്രാമിൽ മറ്റൊരു വേരിയബിളിന് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി നെയിമിങ് ഐഡൻറ്റിഫയേഴ്സിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് ഇതിനകത്ത് വരാൻ പറ്റുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, ക്യാപിറ്റലോ സ്മോൾ ലെറ്ററോ വരാം, നമ്പേഴ്സ് വരാം, അതായത് ഡിജിറ്റ്സ് വരാം. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടറിൽ നിന്ന് അണ്ടർസ്കോർ മാത്രമേ ഇത് അലോ ചെയ്യത്തുള്ളൂ. ഓക്കെ, സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നെയിമിംഗ് വേർഡ് അല്ലെങ്കിൽ ഐഡൻറ്റിഫയറിൻ്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ABCDയിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ വരത്തുള്ളൂ. ഒരിക്കലും വേരിയബിളിൻ്റെ നെയിം അല്ലെങ്കിൽ ഐഡൻറ്റിഫയറിൻ്റെ നെയിം ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡൻറ്റിഫയേഴ്സ് ഷുഡ് നോട്ട് ബി കീവേഡ്സ് ആവാൻ പാടില്ല ഒരിക്കലും. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കീവേഡ് എന്ന് പറഞ്ഞാൽ അതിന് പ്രീ ഡിഫൈൻഡ് മീനിങ് ഉണ്ട്. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു നെയിമിംഗ് വേർഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഐഡൻറ്റിഫയർ. അതായത് ഒരു സ്പെസിഫിക് ലെങ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും മിക്ക കമ്പൈലറും അലോ ചെയ്യുന്നത് മാക്സിമം 32 ക്യാരക്ടേഴ്സൊക്കെ അലോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഒരു അസൈൻമെൻ്റ് ഉണ്ട്. ഇന്ന് വരെയുള്ള നോട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ PDF, അത് ക്യാം സ്കാനർ വല്ലതും വെച്ച് PDF ആക്കിയിട്ട് അത് അസൈൻമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.